ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്ക്വിഡ് ഫ്രൈ മസാല ഉണ്ടാക്കാം. ആവശ്യമായത് ക്ലീൻ ചെയ്ത സ്ക്വിഡ്, ജിഞ്ചർ ഗാർലിക് സ്ലൈസ് ചെയ്തത്, 2 ഉള്ളി നന്നായി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും തക്കാളി കുനുകുനെ അരിഞ്ഞത്. ഒരു പാനിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം തോന്നിയ പോലെ കട്ട് ചെയ്തിരിക്കുന്ന ഒണിയനും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ഒണിയൻ നന്നായി വാടി വന്നാൽ അതിലേക്ക് നീളത്തിലരിഞ്ഞിരിക്കുന്ന പച്ചമുളകും ഷേപ്പില്ലാതെ അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ക്വിഡ് വട്ടത്തിലൊന്നും അരിയാൻ പറ്റുന്നതല്ല, ചെറുതാണ്, കണ്ടാലൊരു നീരാളി പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഓരോ സ്പൂണ് വീതം മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും. ഞങ്ങളിതിനെ കണവാന്ന് പറയാം, നിങ്ങളെന്താ പറയാ? പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് കണവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേകാൻ വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് വെന്തോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിൽ വിതറി കൊടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഇളക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പെപ്പർ. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെമി ഗ്രേവി ആക്കണമെങ്കിൽ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം കണവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.